എല്ലാവരും ക്ഷേമമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഈ അതിരാവിലെയുള്ള ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം വന്ദനം. എൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാർ ദൈവവചനം പറയുന്നുണ്ട്, നല്ല ഗാനങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഈ അതിരാവിലെ തിരുസന്നിധി എത്രയോ സുന്ദരമായൊരു ശുശ്രൂഷയാണ്. എത്ര വയ്യാത്തവർക്കും രാവിലെ ഒരു ഉണർവുണ്ട്. ഇച്ചിരി കഴിയുമ്പോഴേക്കും മനുഷ്യൻ അങ്ങ് ക്ഷീണിക്കും. അപ്പോൾ ഏറ്റവും ഫ്രഷായിട്ടുള്ള ഈ സമയത്ത് പുതുമയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും പാട്ട് പാടുന്നതും സ്തുതിക്കുന്നതുമൊക്കെ നല്ലൊരു കാര്യമല്ലേ. നമ്മൾ 9-ാം സങ്കീർത്തനത്തിൽ നിന്ന് ഇന്നലെ വായിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. അതിൽ ഒന്നാമത്തേത് നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്തു. രണ്ടാമത്തേതിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. ദൈവമേ, ഞാൻ നിന്നെ സാക്ഷിക്കും, നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ് എൻ്റെ ചോദ്യം. ഞങ്ങൾ അങ്ങനെ പറയുകയാണല്ലോ. കർത്താവിൻ്റെ നന്മകളെയും സ്നേഹത്തെയും അത്ഭുതങ്ങളെയും വർണ്ണിക്കുകയാണ് എൻ്റെ ജോലി. ഞാൻ 24 മണിക്കൂറും അതിൽ വ്യാപൃതനായിരിക്കുകയാണ്. അത് എൻ്റെ സന്തോഷമാണ്, ജോലിയല്ല. എനിക്കത് ചെയ്തേ പറ്റൂ. നിന്റെ അത്ഭുതങ്ങളെയൊക്കെയും ഞാൻ വർണ്ണിക്കും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ പ്രേക്ഷകർ ചോദിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? ഉള്ളവരുണ്ട്. അത് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടോ? പറയണ്ടേ? അതാണ് സാക്ഷീകരണം, അതാണ് സുവിശേഷ വേല. ശമരിയായിലെ ഒരു സഹോദരിയുടെ കഥ പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അവള് കുടുംബജീവിതത്തിൽ വലിയ തകർച്ച സംഭവിച്ചവളാണ്. എന്നിട്ടും യേശുക്രിസ്തു അവളെ സ്നേഹിച്ചു. അവളുടെ കുടുംബ പ്രശ്നം ഒന്നും പരിഹരിച്ചൊന്നുമില്ല. ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അവളെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചോണ്ട് വന്നു. എന്തോ പറഞ്ഞാ വിളിച്ചോണ്ട് വന്നതെന്നറിയാവോ? എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിരിക്കുന്നു, പ്രവചനം ഞാൻ കേട്ടിരിക്കുന്നു. എൻ്റെ കഴിഞ്ഞകാല ചരിത്രം മുഴുവൻ ആന്തരിക ദൃഷ്ടി നോക്കി കണ്ട് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ ആ കിണറിന്റെ കരയിൽ നിപ്പുണ്ട്. അവൻ മശിഹയാന്നാ എനിക്ക് തോന്നുന്നേ. മശിഹ വരുമെന്ന് യഹൂദന്മാരും ശമര്യരും പ്രതീക്ഷിച്ചിരുന്നു. മോശ പറഞ്ഞതാ. ഇവളിത് പറയുന്നത് നമ്മളീ പറയുന്ന പോലെയൊന്നും അല്ല, ഭയങ്കര ആവേശത്തിലാ പറയുന്നത്. ഈ ആവേശത്തിലുള്ള പ്രസ്താവന കാരണം കേട്ടവര് ചാർജായി, ഉണർവായി, ആവേശമായി. എങ്കിൽ ഞങ്ങളും വരുന്നു, ഞങ്ങളും വരുന്നു, ഞങ്ങളും വരുന്നു, ഞങ്ങളും വരുന്നു. 1 10 100 200 ഈ സ്ത്രീ പുറകോട്ട് നടക്കുക. വന്ന വഴിക്ക് കിണറിന്റെ കരയിലോട്ട് എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1500 പേരുണ്ട്. അവൾ എന്തോ പറഞ്ഞത്? ഞങ്ങളൊക്കെ പറയുന്ന പോലെ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമൊന്നും അവൾ പറഞ്ഞില്ല. അവൾ പറഞ്ഞത്, ഒരു അത്ഭുതമായ കാര്യം ഞാൻ യേശു ക്രിസ്തുവിൽ കണ്ടിരിക്കുന്നു.
ഇത് കേട്ടപ്പോൾ അനേക ആളുകൾ കർത്താവിനെ വിശ്വസിക്കുവാൻ തയ്യാറായി. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഇച്ചിരൂടെ സാക്ഷി പറയാനായിട്ട് ഒരുങ്ങണമെന്നാ ഇന്നത്തെ ദൂത്. കുറച്ചുകൂടെ സാക്ഷ്യം പറയാനായിട്ട് തയ്യാറായി. അതിന് പ്രാർത്ഥിച്ച് ഒരു പ്രഭാതം ഇങ്ങോട്ട് കിട്ടുക. ഇന്നത്തെ ഒരു ദിവസം കിട്ടി, ഇനി നാളത്തെ ദിവസം എന്താ സ്ഥിതി എന്നൊന്നും പറയാനൊക്കില്ല. എൻ്റെ കാര്യം അറിയാമല്ലോ. ജാനുവരി 22 രാവിലെ ഞാൻ കാറെടുത്ത് പുറത്തേക്ക് പോയതാ. ജാനുവരി 22 ഒരു കവല, പെരുവ എന്ന് പറയുന്ന കവലയിൽ പോയി പരസ്യോത്തി പ്രസംഗിച്ചു. തിരിച്ചു വരുന്ന വഴി ഒരു ചെറിയ അപകടമുണ്ട്. ചെറിയ അപകടം, എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ എൻ്റെ കാലിൻ്റെ എല്ലിന് ചെറിയ പരിക്ക് പറ്റി. ഇപ്പം 90 ദിവസം കഴിഞ്ഞു, വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പം നമുക്കൊരു ദിവസം ഇഞ്ഞ് കിട്ടുക. രാവിലെ 5 മണിക്ക്, 4 മണിക്ക്, 6 മണിക്കൊക്കെ ഓരോരുത്തർ ഉണരുന്നേ. ഒരു ദിവസം ഇഞ്ഞ് കിട്ടി. രാവിലെ തന്നെ പ്രാർത്ഥിക്കണം. ആരോടെങ്കിലും കർത്താവിനെ സാക്ഷിക്കണം. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ആമേൻ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.